അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ ഇന്ത്യക്കാരെ നാടുകടത്തിയ സംഭവത്തിൽ അമേരിക്കയെ ന്യായീകരിച്ച് കേന്ദ്ര സർക്കാർ. നാടുകടത്തുമ്പോൾ വിലങ്ങണിയിക്കുന്നത് അമേരിക്കൻ നയമാണെന്നും ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ഇതാദ്യമല്ല എന്നും പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. കൈവിലങ്ങുകളല്ല, ഇന്ത്യക്കാർ അന്തസ്സും മനുഷ്യത്വവും അർഹിക്കുന്നവരാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ 104 ഇന്ത്യക്കാരെയാണ് ഇന്നലെ അമേരിക്കൻ സൈനിക വിമാനത്തിൽ അമൃത്സറിലെത്തിച്ചത്. കൈവിലങ്ങും കാലിൽ ചങ്ങലയുമായി 40 മണിക്കൂറോളം വിമാനത്തിൽ കഴിയേണ്ടി വന്നെന്ന് മടങ്ങിയെത്തിയവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസ്താവന നടത്തിയത്. നാടുകടത്തുമ്പോൾ വിലങ്ങണിയിക്കുന്നത് അമേരിക്കൻ നയം. 2009 മുതൽ ഇന്ത്യക്കാരെ മടക്കി അയക്കാറുണ്ടെന്നും വിശദീകരണം. The process of deportation is not a new one. The standard operating procedure for deportation by aircraft used by ICE, that is effective from 2012, provides for the use of restraints. However, we have been informed by ICE that women and children are not restrained. വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയും പ്രതിപക്ഷ പ്രതിഷേധം. ചോദ്യങ്ങളുമായി നേതാക്കൾ. Is it a fact that it emphasizes humane treatment in deportation cases? Illegal agents. Will the government do something to ensure that illegal agencies are busted? ലോക്സഭയിലെ വിദേശകാര്യമന്ത്രിയുടെ വിശദീകരണത്തിനിടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. Unfortunately, there have been even fatalities in the course of such illegal migration. വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ഈ മനുഷ്യന്റെ വേദന കാണൂ എന്നായിരുന്നു മടങ്ങിയെത്തിയ ഹർവീന്ദർ സിംഗിന്റെ വീഡിയോ പങ്കുവച്ച രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത് അനുവദിച്ചതെന്ന് പ്രിയങ്ക ഗാന്ധിയും കുറ്റപ്പെടുത്തി. 24 ഡൽഹി. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ മാതൃക നുണയും അഴിമതിയും കുടുംബവാഴ്ചയും പ്രീണനവും ചേർന്നതാണെന്ന് മോദി കുറ്റപ്പെടുത്തി. എല്ലാ വിഷയങ്ങളിലും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് കോൺഗ്രസ്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ആശയമാണ് BJPയുടേതെന്നും രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് राजनीति का एक ऐसा मॉडल तैयार किया था जिसमें झूठ, फरेब, भ्रष्टाचार, परिवारवाद, तुष्टीकरण सबका गालमेल था. कांग्रेस के मॉडल में सर्वोपरि है फैमिली फर्स्ट. അനന്തകൃഷ്ണന്റെ 1000 കോടിയുടെ പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് പരാതി പ്രളയം. 100 കണക്കിന് ആളുകൾ പരാതിയുമായി ഇന്നും രംഗത്തെത്തി. തട്ടിപ്പിൽ ഉന്നത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളാണ് അനന്തകൃഷ്ണന്റെ കൂട്ടുപ്രതികളെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കി. അനന്തകൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊടുത്തേക്കണതിൽ 1000 ചില്ലാനം വനിതകളുണ്ട്, ഈ പറവൂര് മാത്രം. അപ്പം ഞങ്ങൾ ഇതിനകത്ത് വിശ്വസിച്ച് ഫണ്ട് അടിച്ചത് ഇതിൽ പ്രമുഖരായ വ്യക്തികൾ വന്നിട്ടാണ് ഇതിന് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ 3 മിഷൻ്റെ പൈസ ഞങ്ങൾ പഞ്ചായത്ത് ചെയർപേഴ്സൻ്റെ കയ്യിലാണ് കൊടുത്തിട്ട് 3 മാസമാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം 3 മാസമായിട്ടും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ചെന്ന് ചോദിച്ചപ്പം കുറച്ചുകൂടെ താമസിക്കുമെന്നിങ്ങനെ പറഞ്ഞു. പരാതികൾക്ക് അവസാനമില്ല. തട്ടിപ്പ് ശൃംഖല എത്താത്ത ജില്ലകളുമില്ല. അറസ്റ്റിന് തൊട്ടുമുമ്പും അനന്തകൃഷ്ണൻ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന വാഗ്ദാനവുമായാണ് വീഡിയോ ചിത്രീകരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത്. ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക സമാഹരണം നടത്തി കാര്യങ്ങൾ നീക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് നിങ്ങൾ പകുതി തുകയടച്ച സാധനത്തിന് അതേ പകുതി മൂല്യം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സേവനം അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വരാൻ പോകുന്നത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദ് ഉൾപ്പെടെ തട്ടിപ്പിനിരയായി. വയനാട്ടിൽ അക്ഷയ സെന്റർ വഴിയും തട്ടിപ്പ്.
മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ഇടുക്കിയിൽ തട്ടിപ്പിനിരയായവരുടെ തീരുമാനം. അനന്തകൃഷ്ണന്റെ കൂട്ടുപ്രതികൾ ഉന്നത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കി. അനന്തകൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ കോടതിയുടേതാണ് നടപടി. കേസുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന്റെ മൊബൈൽ ഫോണുകളും ഐപാഡും പെൻഡ്രൈവുകളും പിടിച്ചെടുത്തു. അനന്തകൃഷ്ണന്റെ പേരിലുള്ള 19 അക്കൗണ്ടുകളും പോലീസ് മരവിപ്പിച്ചു. ഇയാളുടെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെ നാഷണൽ NGO കോൺഫെഡറേഷന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. പാതിവില തട്ടിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതോടെ പ്രതി അനന്തകൃഷ്ണനുമായുള്ള ബന്ധം തള്ളി രാഷ്ട്രീയ നേതാക്കൾ. അനന്തകൃഷ്ണന്റെ തട്ടിപ്പിൽ താൻ നേതൃത്വം നൽകുന്ന സയൻസ് സംഘടനയ്ക്ക് പങ്കില്ല എന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് N രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പോലീസ് കേസെടുത്തതിന് പിന്നാലെ പരസ്പരം ആരോപണവുമായി സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും രംഗത്തെത്തി. ആരോപണം ശക്തമാകുന്നതിനിടെ പാതിവില തട്ടിപ്പ് പ്രതി അനന്തകൃഷ്ണനുമായുള്ള ബന്ധം തള്ളുകയാണ് നേതാക്കൾ. തട്ടിപ്പ് മനസ്സിലായതോടെ സയൻസ് സംഘടനയുടെ തന്നെ പണം ഉപയോഗിച്ചാണ് സ്കൂട്ടറുകൾ നൽകുന്നതെന്ന് BJP നേതാവ് AN രാധാകൃഷ്ണൻ. ഞങ്ങൾ ഈ കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫെഡറേഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഏജൻസികളുമായോ 1 രൂപ പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. തന്നെ അനന്തകൃഷ്ണനുമായി പരിചയപ്പെടുത്തിയത് സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറെന്നും AN രാധാകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ 6-7 വർഷം മുൻപ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റാണ് തന്നെ പരിചയപ്പെടുത്തിയതെന്ന് സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ. 6-7 വർഷത്തിന് മുമ്പ് ലാലി വിൻസെന്റാണ് ഒരു ഫണ്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇയാളെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. ആനന്ദകുമാറും അനന്തകൃഷ്ണനും വർഷങ്ങളായി ബന്ധമുണ്ടെന്ന ലാലി വിൻസെന്റിന്റെ പ്രതികരണം. ആനന്ദകുമാർ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ വക്കീലിനെ കണ്ട് നിയമ നടപടികൾ ആരംഭിക്കും. ആനന്ദകുമാറും ഞാനും പോലീസിന്റെ മുമ്പിൽ ഇരിക്കുമല്ലോ, സത്യം പുറത്തു വരും. തട്ടിപ്പിൽ കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ലാലി വിൻസെന്റിനെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു. ലീഗൽ അഡ്വൈസർക്കെതിരെ എങ്ങനെ കേസെടുക്കണം എനിക്ക് മനസ്സിലായില്ല. അത് കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇതിനിടെ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിനെതിരെ CPIM-ഉം Dr. P. സരിനും ആരോപണവുമായെത്തി. പാതിവില തട്ടിപ്പിൽ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പിന്നാലെ നജീബ് കാന്തപുരത്തിന്റെ വിശദീകരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാന ബജറ്റ് നാളെ. ഓരോ സംസ്ഥാന ബജറ്റിലും വടക്കൻ ജില്ലയായ കാസർഗോഡിന് പ്രതീക്ഷകളേറെയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം തുടങ്ങിയ വിവിധ മേഖലകളിലും പിന്നാക്കം നിൽക്കുന്ന ജില്ലയിൽ ഇത്തവണയെങ്കിലും ഒരു മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തന്നെയാണ് ആദ്യ പ്രതീക്ഷ. ആവശ്യത്തിന് ജീവനക്കാരും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി സമ്പൂർണ്ണമായ മെഡിക്കൽ കോളേജാക്കി മാറ്റുമെന്നതാണ് സർക്കാർ പ്രഖ്യാപനം. കാസർഗോട്ടെ താലൂക്ക് ആശുപത്രിയിൽ നിരവധി സൗകര്യങ്ങൾ പുതുതായി ഏർപ്പെടുത്തിയാൽ മാത്രമേ മെഡിക്കൽ കോളേജിന് അനുമതി ലഭിക്കൂ. ഇതിനായി വലിയ തുക സംസ്ഥാന ബജറ്റിൽ വകയിരുത്തേണ്ടി വരും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസം ഇപ്പോഴും പാതി വഴിയിലാണ്. സർക്കാർ പ്രത്യേക പാക്ക് അനുവദിച്ചാൽ മാത്രമേ ഇതും പൂർത്തീകരിക്കാനാകൂ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും അതോടൊപ്പം കാസർഗോട്ടെ ജനങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു സംവിധാനം നിലവിലില്ല. സത്യത്തിൽ കാസർഗോഡ് ആരംഭിച്ചിരിക്കുന്ന മെഡിക്കൽ കോളേജും അത് വളരെ യാഥാർത്ഥ്യമാക്കും. കാസർഗോട്ടെ ജനങ്ങൾക്കത് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് ഈ ബജറ്റിൽ എന്തായാലും തുക മാറ്റിവെക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ടൂറിസം മേഖലയിൽ ജില്ലയ്ക്ക് അഭിമാനമായ ബേക്കലിനുമുണ്ട് കടലോളം പ്രതീക്ഷകൾ. ഉത്തരമലബാറിന്റെ ഊട്ടിയായ റാണിപുരവും മഞ്ഞം പൊതിക്കുന്നും നാടറിയുന്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന ആവശ്യത്തിനും പഴക്കമേറെയാണ്. വലിയ പറമ്പിലെയും തൃക്കരിപ്പൂർ കവായ് മേഖലകളിലെ ജലഗതാഗത ടൂറിസത്തിനും അർഹമായ പ്രാധാന്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ രൂപം നൽകിയ കാസർഗോഡ് വികസന പാക്കേജിൽ കൂടുതൽ പദ്ധതികളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കോഴ്സുകളും ജില്ല അർഹിക്കുന്നുണ്ട്. ഒപ്പം IT, വ്യവസായ പാർക്ക് ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിക്കാനും സർക്കാർ പണം അനുവദിക്കണം. കായിക വകുപ്പ് പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ പിങ്ക് സ്റ്റേഡിയം നിർമ്മാണത്തിനും ഈ ബജറ്റിൽ തുക വകയിരുത്തുമെന്നാണ് പ്രതീക്ഷ. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. മലപ്പുറം മുന്നിയൂർ UH നഗർ സ്വദേശി അബ്ദുൾ റഷീദ് ചെമ്പനെ തിരൂരങ്ങാടി പോലീസാണ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെ മലപ്പുറം മുന്നിയൂരിൽ നിന്നാണ് UH നഗർ സ്വദേശി അബ്ദുൾ റഷീദ് ചെമ്പനെ തിരൂരങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം
ഉച്ചയ്ക്ക് 1:30 പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സോഷ്യൽ മീഡിയ ദുരുപയോഗം, 24 ഗ്രാഫിക്സ് അനുകരിച്ച് വ്യാജരേഖ നിർമ്മിക്കൽ തുടങ്ങിയ 7 വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത്. പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളും മൊബൈൽ ഫോണും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. 24 ന്യൂസ് ചാനലിന്റെ ലോഗോയും ഫോണ്ടും ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള പരാതി പ്രകാരം തിരുവരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയായ അബ്ദുൾ റഷീദ് കളിയാട്ടമുക്ക് മൂന്നിയൂർ സ്വദേശിയായ ആളെ ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആളുടെ കയ്യിൽ നിന്നുള്ള ഫോണിൽ നിന്നും ഈ തരത്തിലുള്ള ഫേസ്ബുക്ക് ഉപയോഗിച്ച് റീൽ ഉണ്ടാക്കിയതായിട്ടും അതുകൂടാതെ അത് പ്രചരിപ്പിച്ചതായിട്ടും രേഖകൾ നമുക്ക് സീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച കേസിലാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണവും അധിക്ഷേപവും നടത്തിയവർക്കുള്ള മുന്നറിയിപ്പാണ് പോലീസ് നടപടി. സമാന കുറ്റകൃത്യങ്ങൾ നടത്തിയവർക്കെതിരെ നിയമ നടപടി തുടരുമെന്ന് 24 ലീഗൽ വിഭാഗം അറിയിച്ചു. 24 തിരൂർ. മലപ്പുറം ചങ്ങരംകുളത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലപ്പെട്ടി പുതിയുരുത്തി സ്വദേശി കളത്തിൽ ദർശനയാണ് മരിച്ചത്. അമ്മയുടെ വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? പോലീസ് പറയുന്നത് എന്താണ്? സമീർ. റിജിത്ത്, ഇന്ന് രാത്രിയോട് കൂടിയാണ് നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഈ ദർശനയെ അമ്മ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ബംഗളൂരിലെ നഴ്സിംഗ് പഠിച്ചിരുന്ന ദർശന ചങ്ങരംകുളത്ത് അമ്മ വീട്ടിലാണ് താമസിച്ച് വരുന്നത്. അതിനിടയിലാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ചങ്ങരംകുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. നിലവിൽ മൃതദേഹം ഉള്ളത് ഈ ആശുപത്രി മോർച്ചറിയിലാണ്. നാളെ രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചങ്ങരംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രാഥമികമായി ഇത് ആത്മഹത്യയാണ് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ എന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പത്തനംതിട്ട കോന്നിയിൽ താളം തെറ്റി വിദ്യാവാഹിനി പദ്ധതി. വാഹന സൗകര്യമില്ലാത്തതിനാൽ കഴിഞ്ഞ 4 ദിവസമായി കുക്കാത്തോട് സർക്കാർ സ്കൂളിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. വാഹന കുടിശ്ശിക 7 മാസമായതോടെയാണ് വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങിയത്. 24 എക്സ്ക്ലൂസീവ്. സ്കൂളിൽ ഭയങ്കര ദൂരമൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് മാമൻ വണ്ടിക്കൂലി കിട്ടാൻ വരുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ പോയി പഠിക്കാനൊന്നും ആഗ്രഹമുണ്ട്. നടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൂരമാ, പിന്നെ വന്യമൃഗങ്ങൾ കാരണം ഞങ്ങൾക്ക് നടന്നു പോകാൻ ഭയങ്കര പേടിയാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനും വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനും ട്രൈബൽ വകുപ്പ് തുടങ്ങിയ പദ്ധതിയാണ് വിദ്യാവാഹിനി. വാഹന സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ സ്കൂൾ തന്നെ വാഹനം ഏർപ്പാട് ചെയ്ത് കുട്ടികളെ സ്കൂളിലെത്തിക്കും. സ്കൂൾ ബസ് കടന്നു ചെല്ലാത്ത വഴികളിൽ സ്വകാര്യ വ്യക്തികളുടെ വാഹനം വാടകയ്ക്കെടുക്കും. കരാറടിസ്ഥാനത്തിലാകും ഇത്. കൊക്കാത്തോട് സ്കൂളിലെ 1 ഏക്കർ, കാട്ടാത്തിപ്പാറ, കോട്ടാംപാറ എന്നീ ട്രൈബൽ മേഖലകളിൽ സ്വകാര്യ വ്യക്തിയുടെ ജീപ്പാണ് സ്കൂൾ ബസ്സായി ഓടുന്നത്. ദിവസവേതനം 1100 രൂപ. എന്നാൽ കഴിഞ്ഞ 7 മാസമായി ഈ തുക കുടിശ്ശികയായി. ഇതോടെ ഡ്രൈവർ സേവനം നിർത്തി. ഞങ്ങൾ തിരക്കിയപ്പോൾ വണ്ടിക്കൂലി കിട്ടിയില്ല. അതുകൊണ്ട് ഇനി വണ്ടിക്കൂലി കിട്ടിയിട്ടേ വണ്ടി ഓടുന്നുള്ളെന്ന് ആ വണ്ടിയുടെ ഉടയം പറഞ്ഞു. വണ്ടി വരാത്തോണ്ട് ദൂരെ നിന്ന് നടന്നു പോകാൻ വയ്യാത്തോണ്ട് കൊണ്ടുപോകുന്നില്ല. വലിയ മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഒരുപാടുള്ളതാണ്. അരിവാപ്പുലം പഞ്ചായത്തിലെ കൊക്കാത്തോട് സർക്കാർ സ്കൂളിലെ 20ഓളം കുട്ടികളാണ് വാഹനമില്ലാത്തതിനാൽ 4 ദിവസമായി സ്കൂളിൽ പോകാത്തത്. സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ലെന്നാണ് ട്രൈബൽ വകുപ്പിന്റെ വിശദീകരണം. മുൻപും ഇതേ സ്കൂളിൽ ഡീസൽ അടിക്കാൻ പണമില്ലാത്തതിനാൽ സ്കൂൾ ബസ് വഴിയിൽ കിടന്നിട്ടുണ്ട്. 24 പത്തനംതിട്ട. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. GSTക്കൊപ്പമുള്ള വിനോദ നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 1 മുതൽ സിനിമാ സമരം. സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധി സിനിമാ മേഖലയെ തകർക്കുന്നുവെന്ന് സംഘടനകൾ. താരങ്ങൾ വേതനം കുറയ്ക്കണമെന്നും നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടു. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇന്നും SFI പ്രതിഷേധം. പുതിയ വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്തതിലും ഇന്നലത്തെ പോലീസ് നടപടിയിലും പ്രതിഷേധിച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. സർവകലാശാലകളിൽ അക്കാഡമിക് മികവില്ലാത്തവരെ വൈസ് ചാൻസലർമാരാക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന UGC കരട് മാർഗരേഖയ്ക്കെതിരെ കേരളമടക്കം 7 സംസ്ഥാനങ്ങൾ. ബംഗളൂരുവിൽ ചേർന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കോൺക്ലേവ് കരട് മാർഗരേഖയ്ക്കെതിരെ പ്രമേയം പാസാക്കി.
കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമത്തിനിടെ പെൺകുട്ടി താഴേക്ക് ചാടിയ സംഭവത്തിൽ 1-ാം പ്രതി ദേവദാസിനെതിരെ കൂടുതൽ തെളിവുകൾ. സംഭവം നടന്നതിനു ശേഷം ദേവദാസ് യുവതിക്ക് വാട്സാപ്പിൽ ഭീഷണി സന്ദേശം അയച്ചു. വാട്സാപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് 24-ന് ലഭിച്ചു. കേസിൽ ഒളിവിലായിരുന്ന മറ്റ് 2 പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഭാഗ്യശാലി സത്യൻ. 1-ാം സമ്മാനമായി 20 കോടി രൂപ സമ്മാനം ലഭിച്ച ടിക്കറ്റ് ബാങ്കിൽ നൽകി. ഇരിട്ടി ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് ടിക്കറ്റ് നൽകിയത്. തന്റെ വിവരങ്ങൾ പങ്കുവെക്കരുതെന്ന് ബാങ്കിനോട് സത്യൻ ആവശ്യപ്പെട്ടു. കർണാടക രാമനഗര ദയാനന്ദ സാഗർ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അനാമികയുടെ ആത്മഹത്യയിൽ നടപടിയുമായി മാനേജ്മെന്റ്. പ്രിൻസിപ്പൽ, ക്ലാസ് ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ഇരുവരുടെയും മാനസിക പീഡനത്തെ തുടർന്നാണ് അനാമിക ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു കുടുംബത്തിന്റെയും സഹപാഠികളുടെയും ആരോപണം. അനാമികയുടെ ആത്മഹത്യയിൽ കോളേജ് മാനേജ്മെന്റിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബവും സുഹൃത്തുക്കളും ഉന്നയിച്ചത്. അനാമിക കടുത്ത മാനസിക പീഡനങ്ങൾ നേരിട്ടിരുന്നുവെന്നാണ് ബന്ധുക്കൾ പോലീസിൽ നൽകിയ പരാതി. ഇതിന് പിന്നാലെ കോളേജ് മാനേജ്മെന്റ് ആഭ്യന്തര അന്വേഷണം നടത്തി. തുടർന്നാണ് പ്രിൻസിപ്പൽ സന്താനം സ്വീറ്റ് മേരി റോസ്, അസിസ്റ്റന്റ് പ്രൊഫസർ സുജിത എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആരോപണങ്ങൾ കോളേജ് മാനേജ്മെന്റ് ശരിവെച്ച സാഹചര്യത്തിൽ ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും പോലീസിന്റെ അന്വേഷണത്തിൽ നിലവിൽ പുരോഗതിയുണ്ടായിട്ടില്ല. 24 ബംഗളൂരു. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി തിരുവനന്തപുരം വർക്കല അയിരൂരിൽ പോലീസ് 14-കാരന്റെ കൈ പിടിച്ചൊടിച്ചതായി പരാതി. അയിരൂർ സബ് ഇൻസ്പെക്ടർ രഞ്ജിത്തിനെതിരെയാണ് പരാതി. വസ്തുതർക്കത്തിൽ ഇടപെടാനാണ് അയിരൂർ പോലീസ് എത്തിയത്. കൊണ്ടുപോകല്ലേ, എന്തിനു കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് മാറിയില്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ തള്ളണ്ട, നിനക്ക് എത്ര വയസ്സായെന്നൊക്കെ ചോദിച്ച് കൈ പിടിച്ച് തിരിച്ച് തള്ളിയിട്ട് തന്നെ. എന്നിട്ട് പറഞ്ഞ് വണ്ടി കയറ്റി ഇറക്കും, ഈ ജീവിതം മൊത്തം കോടതിയിലും ജയിലിലും കയറ്റി ഇറക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ കൈ പിടിച്ച് തിരിച്ച് ഇവിടെയും വേദനയുണ്ട്, ഇവിടെ ഒടിഞ്ഞ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്താണ് ഈ പരാതി? പോലീസിന്റെ വിശദീകരണം എന്താണ് അലക്സ്? രഞ്ജിത്ത്, കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ സംഭവം. ഇത് ഈ വർക്കല ഇലകമൺ സ്വദേശി രാജേഷിന്റെ അയൽവാസിയായ വിജയമ്മയുടെ കുടുംബവുമായുള്ള വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇതിലേക്ക് കലാശിച്ചത്. ഈ കുട്ടിയുടെ കൈ ഒടിയുന്നതിലേക്ക് കലാശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് അന്നേ ദിവസം, അതായത് ഈ 4-ാം തീയതി ഈ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ ഈ വേലി കെട്ടണം എന്ന നിർദ്ദേശം, അത് കോടതി വിധി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ കോടതി വിധി നിലനിൽക്കെ തന്നെ ഈ വിജയമ്മയുടെ ബന്ധുവായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അവിടെ എത്തി വേലി പിഴുതു കളയുകയും തുടർന്ന് തർക്കം അവിടെ ഉടലെടുക്കുകയും ചെയ്തു. അയിരൂർ പോലീസ് അവിടെ എത്തി ആ രംഗം ശാന്തമാക്കിയതിനു ശേഷം പോലീസ് കടന്നുപോയി. എന്നാൽ വിജയമ്മ രാജേഷിനെതിരെ പരാതി നൽകുന്നു. വിജയമ്മയെ ദേഹോപദ്രവം ഏൽപ്പിച്ചതായി രാജേഷിനെതിരെ പരാതി നൽകുന്നു. വീണ്ടും ഉച്ചയോടെ ഈ അയിരൂർ പോലീസ് വീണ്ടും സംഭവ സ്ഥലത്തേക്ക് എത്തുകയും രാജേഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. തുടർന്ന് അവിടെ രാജേഷിന്റെ ബന്ധുക്കളും കുട്ടികളുമൊക്കെ അദ്ദേഹത്തിന്റെ മക്കളുമൊക്കെ പോലീസിനെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ചയുണ്ടായി. അവിടെ വെച്ചാണ് ഈ രാജേഷിന്റെ മകൻ ഈ 14-കാരന്റെ കൈ പോലീസ് പിടിച്ചൊടിച്ചതായി ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഈ SI രഞ്ജിത്ത് ഈ കൈ പിടിച്ച് മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ പിടിച്ച് തള്ളുകയും ഒപ്പം നിനക്കെത്ര വയസ്സായടാ, ജീവിതകാലം മുഴുവൻ കോടതിയിൽ കയറ്റി ഇറക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന്, വണ്ടി കയറ്റി ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നതായി അവർ പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ആണ് ഈ പുറത്തു വന്നത്, ഈ കാണുന്നത്. അന്നേ ദിവസം അത് കഴിഞ്ഞാൽ രാത്രി ഈ കുട്ടിക്ക് കൈക്ക് വേദന അനുഭവപ്പെടുകയും തുടർന്ന് വർക്കല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധിക്കുമ്പോഴാണ് കൈക്ക് പൊട്ടലുള്ളതായി മനസ്സിലാക്കുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ ആരോപണം അവർ പോലീസിനെതിരെയുള്ള പരാതിയായി ഉന്നയിക്കുമെന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പോലീസിനോട്, അതായത് SIക്കെതിരെ പോലീസിന് പരാതിപ്പെടാൻ ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ SIയുടെ അതിക്രമത്തിലാണ് ഈ കുട്ടിയുടെ കൈക്ക് പൊട്ടലേറ്റതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കുട്ടിയും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള വാർഡ് മെമ്പറുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ട് അവർക്ക് 1 മീറ്റർ വഴി എന്നുള്ളത് നമ്മളൊരു 2.5 മീറ്റർ 3 മീറ്ററിനോളം അത് അവരുമായിട്ട് സംസാരിച്ച് വസ്തുവിൻ്റെ ഉടമയായിട്ട് സംസാരിച്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ ചൊല്ലി നിരന്തര പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ 2-3 ദിവസം മുമ്പ് വിഷയങ്ങൾ നടന്നതെന്നറിഞ്ഞ് അതിൽ ആ സമയം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരക്കിയപ്പോൾ റിമാൻഡ് ചെയ്യുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു എന്നാണ് അറിഞ്ഞത്. ഇടുക്കിയിൽ കാട്ടാനക്കലിയിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. മറയൂർ ചമ്പക്കാട്ടിൽ വിമലിനാണ് കൊല്ലപ്പെട്ടത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്.
രാവിലെ 9 മണിയോടെയാണ് കാട്ടാനയാക്രമണം. വനമേഖലയിലേക്ക് തീ പടരാതിരിക്കാൻ ഫയർലൈൻ നിർമ്മാണ ജോലിക്കായി ഉദ്യോഗസ്ഥർക്കൊപ്പം പോയതായിരുന്നു വിമലൻ. 9 പേരടങ്ങുന്ന സംഘമാണ് വനത്തിനുള്ളിൽ പ്രവേശിച്ചത്. കള്ളിക്കാട് ഭാഗത്ത് വെച്ച കാട്ടാനയുടെ മുന്നിൽ ഇവർ അകപ്പെട്ടു. കൂടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടെങ്കിലും വിമലനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെറിഞ്ഞു. പണിക്ക് ആൾക്കാരുമായിട്ട് പോയത് ആന അവിടെ നിന്ന് പിടിച്ച് ചവിട്ടി കൊന്നത്. പിന്നെ പുള്ളിക്ക് ഒന്നും വയ്യാതെ അങ്ങനെ പോയി. ഇല്ലെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്നാണ് ഞങ്ങൾ ഓർത്തത്. ചെറുതായിട്ടൊന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയിട്ടല്ലേ കാര്യം അറിയുന്നത്. നെഞ്ചിത്തിട്ടൊന്ന് ചവിട്ടി കാലൊക്കെ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ വിമലനെ മറയൂർ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാളെ സംസ്കരിക്കും. 24 ഇടുക്കി. സമസ്ത ലീഗ് തർക്കം വീണ്ടും രൂക്ഷമാകുന്നു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ളവരെ വിമർശിച്ചുവെന്നാരോപിച്ച് മുഷാവറ അംഗം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തു. വിശദീകരണം തേടാതെയുള്ള നടപടിയിൽ ഒരു വിഭാഗം നേതാക്കൾ എതിർപ്പുമായി രംഗത്തെത്തി. സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നിന്ന് ലീഗ് അനുകൂലികൾ വിട്ടുനിന്നു. 1974 മുതൽ താൻ അടക്കമുള്ള ഉസ്താദുമാർ സമസ്തയ്ക്കും സുന്നത്ത് ജമാഅത്തിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 20-30 വർഷങ്ങൾക്ക് ശേഷം പലരും വന്നു. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണ്ണയിക്കേണ്ടത്. ആദ്യം കയറിയവരുണ്ടാകും. അവർ പറയുന്നിടത്തേക്കാണ് വണ്ടി വിടേണ്ടത്. മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടി, അത് രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നത് മുസ്ലിം ലീഗാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമസ്തക്കില്ല, ആർക്കുമില്ല. ഈ വളരെ വൈകിയ സമയത്ത് കടന്നു വന്നവർക്ക് ഇതൊന്നും അറിയില്ല. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണ്ണയിക്കേണ്ടത്. ജനുവരി 31 മലപ്പുറത്ത് നടന്ന ചടങ്ങിൽ മുസ്തഫൽ ഫൈസി നടത്തിയ ഈ പ്രസംഗമാണ് മുഷാവറ അംഗങ്ങളെ ചൊടിപ്പിച്ചത്. ഇതിലാണ് ഇന്ന് കോഴിക്കോട് ചേർന്ന മുഷാവറ യോഗത്തിൽ വിശദീകരണം പോലും ചോദിക്കാതെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. മുഷാവറയിലെ ഒരു വിഭാഗം നേതാക്കൾ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും ഇത് തള്ളിക്കൊണ്ടായിരുന്നു സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം. ഇതിൽ പ്രതിഷേധിച്ച് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി മുഷാവറ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നടപടി ഏകപക്ഷീയമാണ് എന്നാണ് ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നിലപാട്. തുടർന്ന് മുഷാവറ യോഗത്തിന് ശേഷം നടന്ന സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, MC മായിൻ ഹാജി, യു ഷാഫി ഹാജി തുടങ്ങിയ നേതാക്കൾ വിട്ടുനിന്നു. നേരത്തെ ഉമ്മർ ഫൈസിക്കെതിരെ പരാതി ഉയർന്നപ്പോൾ അദ്ദേഹത്തോട് വിശദീകരണം തേടിയിരുന്നു. 24 കോഴിക്കോട്. വടകര CPM-ലെ വിഭാഗീയതയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ചർച്ച ചെയ്യാമെന്നുറപ്പ്. വടകരയിലെ സാഹചര്യം കോഴിക്കോട് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. വടകരയിലെ മുതിർന്ന നേതാവ് PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെയാണ് വിഭാഗീയത മറനീക്കി പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം മണിയൂരിൽ ഉൾപ്പെടെ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും പരസ്യ പ്രതിഷേധം ഉണ്ടായി. ഇന്നലെ നടന്ന വടകര ഏരിയ കമ്മിറ്റി യോഗത്തിൽ സാഹചര്യം ചർച്ച ചെയ്തു. പ്രവർത്തകരുടെ പ്രതിഷേധം ജില്ലാ സമ്മേളനത്തിന്റെ ശോഭ കെടുത്തിയെന്നും അഭിപ്രായമുയർന്നു. ഏരിയ കമ്മിറ്റി യോഗ തീരുമാനം കോഴിക്കോട് ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചതിന് പിന്നാലെയാണ് ഇടപെടലുണ്ടായത്. സമ്മേളന കാലമാണെന്നും സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കാമെന്നും നേതൃത്വം ഉറപ്പു നൽകി. PK ദിവാകരനെയും ഇത് അറിയിച്ചിട്ടുണ്ട്. ഇനി പ്രതിഷേധങ്ങളിൽ നിന്നും അണികൾ പിന്നോട്ടു പോകുമോ എന്നാണ് അറിയേണ്ടത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിഹാസത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പഴയ ചരിത്രം തന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട എന്നാണ് VS പിണറായി പോര് സൂചിപ്പിച്ച് VD സതീശന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി രമേശ് ചെന്നിത്തല അവർ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നലെ നടന്ന ചടങ്ങിലെ ഈ സ്വാഗത പ്രസംഗമാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടത്. പിന്നാലെ അത് സൂചിപ്പിച്ച് രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശം ഏറെ ചർച്ചയായി. അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന
ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത്. ഞാൻ ആ പാർട്ടിക്കാരനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാലും അങ്ങനെ ഒരു കടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത്. അവിടെയും തീർന്നില്ല. ഇന്ന് മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയതോടെ ചർച്ച വീണ്ടും ചൂടേറി. VS പിണറായി പോര് സൂചിപ്പിച്ച് പിണറായി വിജയന് VD സതീശന്റെ മറുപടി. ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, ഒരാളുമല്ല. അതിന് കോൺഗ്രസിന് അതിൻ്റെതായ രീതിയുണ്ട്. മുഖ്യമന്ത്രി അധികം തമാശ ഇക്കാര്യത്തെക്കുറിച്ച് പറയരുത്. അധികം തമാശ പറയുമ്പോൾ 2006 തമാശയും 2011 തമാശയും കൂടി ഞാനും തിരിച്ചു പറയും. കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും യോഗത്തിൽ പറയുന്നത് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്നലെ അഭിപ്രായം പറയാതിരുന്നതെന്നും രമേശ് ചെന്നിത്തല. ആ വേദി അതിന് മറുപടി പറയാൻ ഞാൻ ഉപയോഗിച്ചാൽ അത് ആ യോഗത്തിന്റെ ഒരു അന്തസ്സ് നശിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മറുപടി പറയാറ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. മുമ്പ് പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി ചർച്ച ചൂടേറിയപ്പോൾ നേതാക്കൾ തന്നെ ഇതെല്ലാം തള്ളി രംഗത്ത് വന്നിരുന്നു. ചർച്ചകൾ ഒരുവിധം അവസാനിപ്പിച്ചപ്പോഴാണ് ഒരു സ്വാഗത പ്രസംഗത്തിലൂടെ കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും മുഖ്യമന്ത്രി ചർച്ച. 24 തിരുവനന്തപുരം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കിഫ്ബി റോഡിലെ ടോൾ പിരിവിനെ പിന്തുണച്ച് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ടോൾ പിരിവിനെ നേരത്തെ എതിർത്തിരുന്നു. എന്നാൽ ആ കാലം കഴിഞ്ഞെന്നും തോമസ് ഐസക് പറഞ്ഞു. ദേശീയപാതകളിലെ ടോളിന്റെ 4/1 മാത്രമേ കിഫ്ബി റോഡുകളിലെ പിരിവിനുണ്ടാകൂ എന്ന് തോമസ് ഐസക്. സർക്കാർ സ്കൂളുകളിലെ പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി. PTA നടത്തുന്ന പ്രീ പ്രൈമറി സ്കൂളുകളിലെ ഓണറേറിയമാണ് വർദ്ധിപ്പിക്കേണ്ടത്. പ്രീ പ്രൈമറി ടീച്ചർമാർക്ക് 27,500 രൂപയും ആയമാർക്ക് 22,500 രൂപയും പ്രതിമാസം നൽകണമെന്ന് കോടതി നിർദ്ദേശം. കോഴിക്കോട് നരിക്കുനിയിൽ യുവാക്കളുടെ അപകട യാത്ര. തുറന്ന ജീപ്പിൽ കൈകാലുകൾ പുറത്തേക്കിട്ടായിരുന്നു യാത്ര. മറ്റ് യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. 6 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കർശന നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് RTO. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെച്ചതിൽ തമിഴ്നാട് ഗവർണർ RN രവിക്കെതിരെ സുപ്രീം കോടതി. അനിഷ്ടത്തിന്റെ പേരിൽ ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കാനാവില്ല. ഗവർണർ സ്വന്തം നിലയ്ക്ക് നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നു. ബില്ലുകൾ തടഞ്ഞുവെച്ചതിന്റെ യഥാർത്ഥ കാരണം വിശദീകരിക്കണമെന്നും കോടതി. വയനാട് കുറിച്യാടിൽ 2 കടുവകൾ ചത്തതിൽ ദുരൂഹതയില്ലെന്ന് വനംവകുപ്പ്. മറ്റ് കടുവയുടെ ആക്രമണമാണ് മരണകാരണം. പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. കടുവകളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കുപ്പാടിയിൽ സംസ്കരിച്ചു. കാസർഗോഡ് കൊളത്തൂരിൽ പന്നിക്കണിയിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ മയക്കുവെടി വെക്കുന്നതിനിടെയാണ് പുലി ചാടിപ്പോയത്. പ്രദേശത്ത് RRTയുടെ പരിശോധന തുടരുകയാണ്. 24 റൗണ്ട് അപ്പ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.